ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സദ്യയുടെ സ്പെഷ്യൽ ബോളിയാണ്. ട്രിവാൻഡ്രം സ്പെഷ്യൽ ബോളിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ കാറ്ററിങ്ങിന് കൊടുക്കുന്ന ആ ഒരു മോഡലിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ട്രിവാൻഡ്രത്തൊരു ചെറിയൊരു കാറ്ററിംഗ് സർവീസ് ഉണ്ട്. അവിടെ നമ്മൾ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കാറ്. ബോളിയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല പാൽപ്പായസമാണ്. പാൽപ്പായസം ബോളിയുടെ മുകളിൽ ഒഴിച്ചിട്ട് അത് കൂടി കുഴച്ച് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് അസാധ്യ ടേസ്റ്റാണ്. കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂണ് എണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് യെല്ലോ ഫുഡ് കളറാണ്. ഫുഡ് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരുടെ കയ്യിലും ഫുഡ് കളർ കാണണമെന്നില്ല. അപ്പോൾ ഇനി ഇത് ചെറുതായിട്ട് നമുക്കൊരു ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിന് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് ബോളി കേടായി പോകാതിരിക്കാനാണ് നല്ലെണ്ണ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് പോയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 1 മണിക്കൂർ വരെയൊക്കെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കടലപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഞാൻ 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വേവാൻ കണക്കിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതൊരു 3 ഫിസിൽ കേൾക്കുന്നവരെ നമുക്കിതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നതിന് മുമ്പ് തന്നെ കടല നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. കാരണം കുക്കറിൽ വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് കഴുകിയെടുക്കാൻ പറ്റില്ല. ഇപ്പം നല്ല രീതിയിൽ കടലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് ഉടച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നല്ല രീതിയിൽ പൊടിഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ കടല നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കാം. കടലപ്പരിപ്പിൽ ഒരു തുള്ളി പോലും വെള്ളം ഇരിക്കാൻ പാടില്ല. ഇനി ആ വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. കൈകൊണ്ട് നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് തരിയൊന്നും കയ്യിൽ തട്ടാത്ത രീതിയിൽ തന്നെ നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാൻ 1 കപ്പിന് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. മധുരം കുറച്ചുകൂടി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് വരെയൊക്കെ പഞ്ചസാര എടുക്കാം. ഇത് നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. പാനിൽ വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് മുന്നേ ഞാൻ ശർക്കര വെച്ചിട്ട് ബോളി തയ്യാറാക്കി എടുക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമുക്ക് ശർക്കര വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കുന്നതേ ഉള്ളൂ. പിന്നെ അതിൽ മെയിനായിട്ട് വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് കടലമാവ് വെച്ചിട്ട് നമുക്ക് ബോളി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. കടലമാവ് വെച്ച് ബോളി ചെയ്യാൻ പറ്റില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സക്സസ് ആയില്ല. ഇപ്പോൾ കടലമാവുമായിട്ട് പഞ്ചസാര നന്നായിട്ട് മിക്സായി ഉരുകി വന്നിട്ടുണ്ട്. നല്ലപോലെ ഡ്രൈ ആകുന്നവരെ തന്നെ ഇത് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇതുപോലെ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇപ്പം നമ്മുടെ മൈദ ഒരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം കടല വേവിക്കുന്നതിന് മുന്നെയാണ് ഞാൻ മൈദ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം കൈവെണ്ണയിൽ വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുത്ത് നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് വലുതായിട്ട് പരത്തിയെടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കട്ടിയോടുകൂടി തന്നെ നമ്മൾ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഫില്ലിങ് പുറത്ത് വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന കടല ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഫില്ലിങ് പുറത്തു പോകാത്ത രീതിയിൽ തന്നെ നമുക്കിതിനകത്തേക്ക് വെച്ച് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എല്ലാ തവണ ചെയ്യുമ്പോഴും നമ്മൾ ഇതുപോലെ എണ്ണ ഒന്ന് തടവിയതിന് ശേഷം വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു തവണ കാണിച്ചു തരാം. ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത് ഇതുപോലെ നമുക്ക് ഫുൾ കവർ ചെയ്ത് കൊടുക്കാം. കടലയിൽ പഞ്ചസാര മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഫ്ലേവർ കിട്ടുന്നതാണ്. ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12 ബോളിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 1 കപ്പ് കടലമാവിൽ ഒരു 20 ബോളി വരെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് അരിപ്പൊടിയും അതുപോലെ തന്നെ നെയ്യുമാണ്. നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അരിപ്പൊടിയാണ്. ഇത് പരത്താനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ബട്ടർ പേപ്പറും എടുക്കാവുന്നതാണ്.
ഇനി ഇതിൻ്റെ മുകളിലും താഴെയുമായിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി തൂറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അടിഭാഗം ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി പലവയിലോ ആണ് പരത്തിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എടുത്ത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മറിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അകത്തുള്ള ഫില്ലിങ് ഒന്നും തന്നെ പുറത്ത് പോവുകയില്ല. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുക്കുമ്പോൾ നമുക്കിത് രണ്ട് സൈഡും നല്ല രീതിയിലൊന്ന് മുറിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക്, നല്ല ചൂടായി വരുന്ന പാനിലേക്ക് നമുക്കിതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് നെയ്യ് തേച്ച് കൊടുക്കാം. നെയ്യാണ് നമ്മുടെ ബോളിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു മണവും തരുന്നത്. നെയ്യ് തിരിച്ച് മറിച്ചു വിട്ട് നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മാറ്റാവുന്നതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബോളി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലൊരു ഡാർക്ക് കളറായിരിക്കും അതിൻ്റെ മേൾഭാഗത്ത്. അപ്പോൾ കുറച്ചുകൂടി മുറിച്ചെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ മുറിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോളിയാണ്. ഇത് പായസത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ടും അതുപോലെ തന്നെ അല്ലാതെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.